ആരുമില്ലാത്തവരുടെ ആരൊക്കെയോ ആയി മാറുക എന്നുള്ളത് ദൈവം ചിലർക്ക് മാത്രം നൽകുന്ന പുണ്യമാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ. അവരാണ് ഈ ഭൂമിയുടെ സമ്പത്തും ഈ ഭൂമിയുടെ അഴകും അനുഗ്രഹവുമെല്ലാം. ഞങ്ങളോടൊപ്പമുള്ളത് ജോസഫ് ക്രാസ്റ്റിയാണ്. പരിചയപ്പെടുത്തലിനും അപ്പുറത്തെ സ്നേഹത്തിൻ്റെ പേരാണത്. കുടുംബവും സമൂഹവുമൊക്കെ വലിച്ചെറിഞ്ഞ എത്രയോ മനുഷ്യരെ ചേർത്ത് നിർത്തിയ മഹാമനുഷ്യനാണ്. മഞ്ചേശ്വരത്തെ സ്നേഹാലയം എന്നതിന്ന് സാന്ത്വനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ചേർത്ത് നിർത്തലിൻ്റെയും ഏറ്റവും വലിയ പേരായി മാറിയിരിക്കുന്നു. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് അല്ലെങ്കിൽ ഒരു ബസ് ഡ്രൈവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്, മനസ്സ് വെച്ചാൽ എന്തൊക്കെയോ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് കാണിച്ചു തന്ന മനുഷ്യനാണ് ജോസഫ് ക്രാസ്റ്റ. വെറും 2 പേരുമായിട്ട് തുടക്കം കുറിച്ചൊരു സ്ഥാപനം ഇന്ന് 100-ലധികം അന്തേവാസികൾക്ക് ആശ്വാസമാവുകയാണ്. ആ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചറിയാൻ, ആ ജീവിതത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരാൻ, ആ ജീവിതത്തിൻ്റെ അഴകുള്ള ദിനങ്ങളിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. നമസ്കാരം സർ. നമസ്കാരം അബി. അതായത് ജോസഫ് ക്രാസ്റ്റ എന്നുള്ളത് മംഗലാപുരത്ത് ഒരു ബസ് ഡ്രൈവറായിരുന്നു, ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. ഒരു യാദൃശ്ചികമായിട്ടുള്ള ഒരു സംഭവമാണ് ഇങ്ങനെ ചില മനുഷ്യരെ ചേർത്ത് നിർത്താൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്. ആ കഥയാണ് ഞങ്ങൾക്കറിയേണ്ടത്. ഞാൻ മംഗലാപുരത്ത് ഓട്ടോ ഓടിച്ചുകൊണ്ടുണ്ടാകുമ്പോൾ ഒരു ദിവസം മത്സ്യ മാർക്കറ്റുണ്ട്, സ്റ്റേറ്റ് ബാങ്ക് എന്ന് പറയുന്നിടത്ത്. അപ്പോൾ മത്സ്യ മാർക്കറ്റിൻ്റെ അടുത്ത് ഒരു സ്ത്രീ, മാനസികമായി തളർന്ന സ്ത്രീ വിശന്ന് മത്സ്യത്തിൻ്റെ ചീഞ്ഞ വെള്ളം കുടിച്ചുകൊണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഉള്ളിലൊരു വിളി പോലെ, ഞാൻ വിശന്നിരുന്നു, നീ എനിക്ക് ഭക്ഷണം കൊടുത്തു. പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല, വണ്ടി ആടെ നിർത്തി അടുത്ത് നിന്ന് ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം കൊണ്ടുവന്ന് ആ സഹോദരി കൊടുത്തു. അപ്പോൾ അവർ നല്ല പുഞ്ചിരിയോടെ പെട്ടെന്ന് അത് ഓപ്പണാക്കി അത് തുറന്ന് കഴിക്കുമ്പോഴാണ്, അന്നാണ് അവരുടെ ഉള്ളിൽ ഞാൻ ദൈവത്തിനെ കാണുന്നത്. അന്ന് തൊട്ട് ഒരു വിചാരം ഇങ്ങനെയാണ്, എത്രയോ പേര് എൻ്റെ കണ്ണു മുമ്പിൽ ഡസ്റ്റ്ബിന്നിൽ കഴിക്കുന്നുണ്ട്. അവർ മാനസിക രോഗികളാണ്. പിച്ചക്കാർക്കാണെങ്കിൽ പിച്ച കിട്ടും, അവർ നല്ല ഭക്ഷണം കഴിക്കും. പക്ഷേ ഈ മാനസിക രോഗികൾ ആരോട് ചോദിക്കില്ല, അവർക്ക് അറിയില്ല ഞാൻ എവിടെയുണ്ടെന്ന്. പക്ഷെ അന്ന് തൊട്ട് ഞാൻ വിചാരിച്ചു, ഞാനൊരു ഉച്ചഭക്ഷണം ഉപേക്ഷിച്ചാൽ എനിക്കൊന്നും സംഭവിക്കില്ല, ഞാൻ മരിക്കുകയൊന്നുമില്ല. അപ്പോൾ മദർ തെരേസ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് 100 പേരുടെ വിശപ്പ് ഒരു ദിവസം മാറ്റാൻ പറ്റില്ല, എനിക്കറിയാം, പക്ഷെ ഒരാളുടെ വിശപ്പ് തീർച്ചയായിട്ടും മാറ്റാം. അപ്പം അന്ന് തൊട്ട് ഞാൻ ഉച്ച കഴിക്കുന്ന 100 രൂപയുടെ ഭക്ഷണം കഴിക്കാണ്ട് തെരുവിലെ ആൾക്കാർക്ക് ഒരു 7-8 പൊതിയായി, ചെറിയ ഒരു പൊതിയായി അവർക്ക് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അത് വളർന്ന് അപ്പോൾ ചിക്കുൻ ഗുനിയ ബാധിതരായി ഒരുപാട് ആൾക്കാർ, രോഗികൾ തെരുവിലുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കുറച്ച് ഭക്ഷണം, പിന്നെ അത് കണ്ടവരൊക്കെ എനിക്ക് ഭക്ഷണം ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. 5 ഭക്ഷണം 10 ഭക്ഷണമൊക്കെ. അങ്ങനെ ഒരു 35-40 പാക്കറ്റ് വരെ ഡെയിലി ഒരു കൊടുക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് എന്നെ ഉപയോഗിക്കുകയായിരുന്നു ദൈവം. അപ്പോൾ ഈ ചിക്കൻ ഗുനിയ രോഗികൾ നോർത്ത് കർണാടകയിൽ നിന്ന് വന്നവരാണ്. അവരൊക്കെ ഈ കൂലിപ്പണിക്ക്, അവർക്ക് പിച്ച വാങ്ങാൻ അറിയില്ല, മരുന്നിന് പോകാൻ അറ്റൻഡർ ഇല്ല, അവിടെ അഡ്മിറ്റ് ചെയ്യാൻ, പിന്നെ ഉറങ്ങാനിടമില്ല. ഇങ്ങനെയൊക്കെ അവരോട് സംസാരിക്കുമ്പോൾ അവർ കുടുംബമൊക്കെ ഉണ്ട് നോർത്ത് കർണാടകയിലൊക്കെ, പക്ഷെ അവരെ അഡ്മിറ്റ് ചെയ്യാനാറില്ല. അപ്പോൾ എനിക്കൊന്ന് തോന്നിയത്, ഞാൻ അഡ്മിറ്റ് ചെയ്താൽ അറ്റൻഡറായിട്ട് നിന്നിട്ട് ഇവർക്ക് കിടപ്പും കിട്ടും, ട്രീറ്റ്മെൻറ്റും കിട്ടും, ഭക്ഷണവും കിട്ടും, എല്ലാം കിട്ടും. അങ്ങനെയാണ് ഒരാളെ ഞാൻ അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ 40-45 പേര് 15 ദിവസത്തിന് ഒരു പ്രാവശ്യം അഡ്മിറ്റ് ആവും, ഡിസ്ചാർജ് ആവും. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഞാൻ പോയിക്കൊണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടവരൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. നല്ലൊരു റിസൾട്ട് കൊടുത്തു. അപ്പോൾ കുറേ ആൾ ഡിസ്ചാർജ് ആകുമ്പോൾ നാട്ടിലേക്ക് പോകും, കുറേ ആൾ ആരില്ലാണ്ട് ഉണ്ടവരൊക്കെ മദർ തെരേസ, വൈറ്റ് ഹൗസ് എന്ന സ്ഥാപനങ്ങളുണ്ട് മംഗലാപുരത്ത്, ഇവിടെയൊക്കെ അനാഥരായിട്ടുള്ളവരൊക്കെ ചേർക്കും. ഇങ്ങനെ 2 വർഷം 2.5 വർഷം പോയി, ആശ്രമങ്ങൾ ഫുള്ളായി. അപ്പോൾ ഇവരെങ്ങനെയാണ് കൊണ്ടുവരുന്നത്, അന്നും കൂടിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥലമില്ല. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു മനസ്സിലൊരു പ്രാർത്ഥന, ദൈവമേ ഇവരൊന്ന് ക്ലീൻ ആക്കിയിട്ടൊന്ന് കൊണ്ടുപോകാൻ, ഒന്ന് കുളിപ്പിച്ച് എടുത്തിട്ടൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ചെറിയൊരു വാടക വീട് എനിക്ക് തരണം. അപ്പോഴാണ് സീതാങ്കോളിയിൽ നമ്മൾ ജനിച്ചു വളർന്നൊക്കെ, കുമ്പള സീതാങ്കോളി. ഈ സീതാങ്കോളിയിൽ എൻ്റെ പപ്പയുടെ ഒരു പ്രോപ്പർട്ടി ഷെയറിൽ എനിക്കൊരു 14 ലക്ഷം റുപ്യ കിട്ടി. ഈ 14 ലക്ഷം റുപ്യ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മളെ തലപ്പാടിയിൽ നിന്ന് ഉള്ളോട്ട് വരുമ്പോൾ തുമ്മിനാട്, കേരള ബോർഡർ, ജസ്റ്റ് ബോർഡറിൽ ഒരു 21 സെൻറ്റ് സ്ഥലവും ഒരു 3 ബെഡ്റൂമിൻ്റെ പഴയ വീട് എടുക്കാനുള്ള കൃപ കൊടുത്തു ദൈവം, ഈ 14 ലക്ഷം റുപ്യക്ക്. അതെങ്ങനെ തുടങ്ങണമെന്നൊന്നും അറിയില്ല. അപ്പോൾ 2009 ആഗസ്റ്റ് 26 ഈ അടുത്ത 5-ാമത്തെ ദിവസം
നമ്മുടെ മദർ തെരേസയുടെ ജന്മദിനം. അപ്പം അന്ന് ഞാൻ ഭക്ഷണം കൊടുക്കുമ്പോൾ എനിക്കൊരു ഉള്ളിൽ എന്തോ ഒരു ഉൾക്കാഴ്ച പോലെ ഇന്ന് നമുക്കൊരു സേവനം പഠിപ്പിച്ച ഒരു അമ്മയുടെ ദിവസമല്ലേ, അപ്പോൾ ഇന്ന് എന്തെങ്കിലും ചെയ്യണം ഈ വീടെടുത്ത് എന്ന് പറഞ്ഞിട്ട് 2 പേരെ അന്ന് കൊണ്ടുവന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അന്ന് ഒരു ഗാംഗ്രീനായിട്ട് പുഴുവൊക്കെ വീണ ഒരു പയ്യനായിരുന്നു, പിന്നെ ഒരാൾ ഒരു കാലില്ലാത്ത ഒരു സഹോദരനായിരുന്നു. അപ്പോൾ അവർ 2 പേരും കൊണ്ടുവന്ന് അവർ മുടിയെടുത്ത് താടിയെടുത്ത് കുളിപ്പിച്ചു. അന്നാണ് സ്നേഹാലയം എന്ന് പറഞ്ഞ കൊച്ചു വീട് തുടക്കം. 2 പേരെ കൊണ്ട് ഇപ്പൊ 350ഓളം പേരുണ്ട് സ്നേഹാലയത്തിൽ. സ്ത്രീകളും പുരുഷന്മാരും. സ്ത്രീകൾ ഒരു 80ഓളം സ്ത്രീകളുണ്ട്, ബാക്കിയെല്ലാം പുരുഷന്മാരാണ്. സ്റ്റാഫ് 79 സ്റ്റാഫുണ്ട്. അന്ന് 10 സെന്റ് എത്ര പറഞ്ഞു? 21 സെന്റ്. ഇന്നത് എത്ര ഏക്കറായി? ഇന്ന് 10 ഏക്കറോളം സ്ഥലം ഏക്കറായിട്ട് വളർന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത്, അതായത് ആ ഒരു തുടക്കം ഉണ്ടല്ലോ, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങുന്നുള്ളത്. അന്നുണ്ടായ ഒരു പ്രതിസന്ധി ഉണ്ടാവുമല്ലോ, കാരണം വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ തെരുവിലുള്ള ആളുകൾക്ക് കൊടുക്കുന്നു, ആ ഒരു പ്രതിസന്ധി കാലം ഉണ്ടായിട്ടില്ലേ? ഇല്ല, പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന കാലഘട്ടവും അപ്പോൾ എനിക്ക് എൻ്റെ പാർട്ട് ടൈമിൽ ഞാൻ ഓട്ടോ ഓടിക്കൊണ്ടായിരുന്നു. ഇപ്പോൾ ഫുൾ ടൈം നിൽക്കില്ല ഞാൻ ഹോസ്പിറ്റലിൽ. എട്ടൻഡ്രായി നിന്നു, വൈകുന്നേരവും രാവിലെയും വേഗം പോയിട്ട് അവരൊക്കെ കണ്ട് അത്യാവശ്യം എന്ത് വേണം അത് കൊടുത്ത് ബാക്കി എനിക്ക് അന്നെല്ലാം നല്ല ഓട്ടം ഉണ്ടാവും. അത് ദൈവത്തിൻ്റെ ഒരു പരിപാലനയാണ്. എന്നെ ഇടീ ദിവസം ഓടുന്ന ഓട്ടം എനിക്കൊരു 3 മണിക്കൂറിൽ എൻ്റെ ഫുൾഫില്ലായിട്ടുണ്ടാവും. അതെനിക്ക് വളരെ ഒരു ഹാപ്പിനെസ് കൊടുത്ത ഒരു കാലഘട്ടമാണ്. പിന്നെ അത് ദൈവം ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഉയർത്തിയ ഒരു സംഭവമാണ്. അത് അന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങളിപ്പോൾ കുറേ വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളല്ലേ. നമ്മളിപ്പോൾ ഒരുപാട് മനുഷ്യരെ കാണും. നമ്മൾ കാണുന്ന ഇതിൽ ഈ മനോനില തെറ്റിയിട്ട് അതിൽ ഡോക്ടേഴ്സ് ഉണ്ട് എന്ന് പറയുന്നു, MBA-കാരുണ്ട്. കാരണം പല മനുഷ്യരുടെ, അതായത് ഓരോ കുടുംബത്തിന്റെ സ്വപ്നാവേണ്ടവര്, കുടുംബത്തിന്റെ താങ്ങാവേണ്ടവര്, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ, പൊള്ളിച്ച അനുഭവങ്ങൾ. അത് എന്ന് പറഞ്ഞാൽ അബ്ദുൽ കലാമിന്റെ കൂടെ ഒരു സയന്റിസ്റ്റ് കിട്ടിയായിരുന്നു എനിക്ക്. ഫാദർ മുള്ളറിന്റെ മുമ്പിൽ വെച്ചിട്ട് ഡസ്റ്റ്ബിനിൽ കഴിക്കായിരുന്നു. അപ്പൊ അറിയില്ല ആരെന്ന്. അപ്പൊ ആരും ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഒരാൾ കുറെ ദിവസമായിട്ട് ഫാദർ മുള്ളറിന്റെ മുമ്പിലുണ്ട്, നല്ല ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുന്നു. അപ്പൊ ഞാൻ കൊണ്ടുവരുമ്പോൾ നല്ല ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലല്ലോ. അപ്പൊ ഇവിടെ വന്നിട്ട് പുള്ളി അന്തരീക്ഷത്തിന്റെ സംഭവമല്ലോ പറയും, കൽപ്പന ചാവ്ലന്റെ ഇങ്ങനെ സ്പേസ് ഇതിനെ പറ്റിയൊക്കെ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു, അപ്പോഴും അറിയില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇതെല്ലാം ഒരു കേസിൽ ഇങ്ങനെ വരുന്നതാണ്, മാനസിക ഇതിൽ. അപ്പൊ അഡ്മിറ്റ് ചെയ്തു എനപ്പോയിൽ. അപ്പൊ അവിടുത്തെ നല്ല ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് 3 മാസത്തിൽ പുള്ളി നല്ല ഉഷാറാകുമ്പോൾ അതിന് മുമ്പ് പുള്ളി അബ്ദുൽ കലാമിനൊക്കെ ലെറ്റർ ചെയ്തത് ഇവിടുന്ന്, ഇതൊരു നല്ല സ്ഥാപനമാണ്, നിങ്ങളിവിടെ സന്ദർശിക്കണം. അപ്പൊ അബ്ദുൽ കലാം മരിച്ചിട്ടുണ്ടായിരുന്നു, ഇവർക്ക് അറിയില്ലായിരുന്നു ഇയാളെ മാനസികാവസ്ഥയിൽ. അപ്പൊ പുള്ളി അഡ്രസ് കൊടുത്തു, ഫോൺ നമ്പർ ഒന്നും പോകുന്നില്ല ഈ പുള്ളി കൊടുത്തത്, എല്ലാം സ്വിച്ച് ഓഫ് ആണ്. അപ്പൊ അഡ്രസ് കൊടുത്തപ്പോൾ ഞങ്ങൾ ലെറ്റർ അയച്ചു വീട്ടിലേക്ക്. ഔറംഗാബാദാണ് പുള്ളിയുടെ വീട്. ലെറ്റർ അയക്കുമ്പോഴാണ് അവിടുന്ന് ഫോണൊക്കെ നമുക്ക് ഇങ്ങനെ വരാൻ തുടങ്ങിയത്. ഇയാൾ ഇങ്ങനെയാണ്, 2 വർഷമായി മിസ്സിങ്, സയന്റിസ്റ്റ് ആണ്. പിന്നെ ഫോട്ടോസൊക്കെ പുള്ളിയുടെ മെയിലിൽ അയച്ചു. ഇവിടെ ഇപ്പോഴും ഉണ്ട് നമ്മൾ ആൽബമിന് ഫോട്ടോ, മെയിൽ അയച്ചു. അവർ വീട്ടുകാരൊക്കെ വന്നു, ഡിപ്പാർട്ട്മെന്റ് വന്നു, അന്നെല്ലാം പത്രത്തിൽ വന്നതാണ്. എല്ലാവരും ആരെയും പറഞ്ഞു, ഒരു 8 വർഷം ആയതിരിക്കുന്നു. അങ്ങനത്തെ ഒരുപാട് കഥകളാണ്. കുറെ മക്കളും വീട്ടിലേക്ക് എത്തിച്ചു. ചെറിയ കുഞ്ഞു അമ്മയെ കിട്ടി മാനസികാവസ്ഥയിൽ, പോലീസുകാരോട് കൊണ്ടുവന്ന് അവരെ അഡ്രസ് തപ്പിയെടുത്ത് അങ്ങനെ കുറെ കുട്ടികൾ അമ്മേനായിട്ട് എത്തിച്ചിട്ടുണ്ട്. കുറെ പ്രഗ്നന്റ് ആയ സ്ത്രീകൾ ഡെലിവറി ആയിട്ട് ഇവിടെ അല്ല ഹോസ്പിറ്റലാണ് പ്രസവിച്ചത്. ഇവിടെ അഡ്മിറ്റ് ഉണ്ടാകുമ്പോൾ അത് ഒരു ബുദ്ധിമാന്യ നിങ്ങളെ ഒരു മുസ്ലിം കുട്ടിയാണ്. അപ്പൊ അവരാര് ചതിച്ചതാണ്. അപ്പൊ സോഷ്യൽ ജസ്റ്റിസ് മുഖാന്തരം ഇവിടെ വന്നത്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു പുതിയ അനുഭവമാണ്. നമുക്ക് പേടിയും ഈ പ്രഗ്നന്റും മാനസികവും എല്ലാം നമ്മൾ കെയർ ചെയ്യണം. അപ്പൊ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. അങ്ങനത്തെ നല്ലൊരു ഡെലിവറി, ഇരട്ട കുട്ടികൾ, 2 ആൺകുട്ടികളാണ്. അതിൽ ഒരു കുഞ്ഞ് പിന്നെ മരിച്ചെന്നാണ് ഞങ്ങൾ കേട്ടത്. അപ്പൊ അത് CWC കൊടുത്തവർ കുഞ്ഞുങ്ങളെ. പിന്നെ അവര് വീട്ടുകാരെ വിളിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞു അമ്മനെ. അപ്പൊ അതിന്റെ പിന്നെ കഥ അറിയില്ല. അപ്പൊ അങ്ങനത്തെ ഒരുപാട് സന്തോഷങ്ങളും വേദനകളും എല്ലാം ഉള്ള ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാല് രാത്രി കിടന്നുറങ്ങുമ്പോ അതൊരു സുഖമാണ്. നമ്മളിപ്പോ 1400 മുകളിലായി ഞങ്ങൾ ഓൾ ഓവർ ഇന്ത്യ എത്തിച്ച ആൾക്കാരെ സുഖപ്പെട്ടിട്ട് അവരുടെ കുടുംബങ്ങളിലെത്തി ഓൾ ഓവർ ഇന്ത്യ. ഇപ്പൊ ഈ വർഷം 125ഓളം ആൾക്കാരായി ഈ വർഷം. ഇപ്പൊ ഇനി ഡിസംബർ ആയിട്ടില്ല. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് കേരള ഗവൺമെന്റ് പ്രത്യാശ പദ്ധതിയിൽ നമുക്ക് 5 ജില്ലകൾ കൊടുത്തിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്. ഈ ജില്ലകളിൽ ഇതേപോലെ മാനസികമായി തളർന്ന് കിടക്കുന്ന അന്യ സംസ്ഥാനക്കാരെ അവരെ നാട്ടിലേക്ക് എത്തിക്കണം. അതൊരു പ്രത്യാശ പദ്ധതിയാണ്. അതിൽ ഈ വർഷം ഞങ്ങളൊരു 25 പേര് ഈ വർഷം എത്തിച്ചിട്ടായി. കുതിരവട്ടം ഹോസ്പിറ്റല് അങ്ങനത്തൊക്കെ. അന്ന് 2 പേരെ കൊണ്ട് തുടങ്ങിയ സ്ഥാപനം നമ്മളിപ്പോഴും ചിന്തിക്കാറുണ്ട്. ഏകദേശം 5-8 വർഷം മുമ്പ് നമ്മളൊക്കെ ഇതിന്റെ സ്റ്റോറി ചെയ്തായിരുന്നു. നിങ്ങൾ തന്നെ ഓമ്നി ഓടിച്ചിട്ട് പോകുന്നു, റോഡ് സൈഡിൽ നിന്ന് അവരെ ഇങ്ങനെ ആൾക്കാരെ, അവരെ മനോനില തെറ്റിയ ആളുകൾ ഉണ്ടാവില്ല, അവരെ പിടിച്ചിട്ട് വാഹനത്തിലേക്ക് കയറ്റുന്നു, അവർ പ്രതിരോധിക്കുന്നു, അവർ ചാടാൻ വേണ്ടി ശ്രമിക്കുന്നു, ബലമായിട്ട് നമ്മളിവിടെ കൊണ്ടുവരുന്നു. നിങ്ങൾ തന്നെ അവരുടെ സേവ ചെയ്യുന്നു, അവരെ കുളിപ്പിക്കുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ ഒരു സൗകര്യത്തിലേക്കൊക്കെ നമ്മൾ മാറുന്നുള്ളത്. ഇപ്പൊ കണ്ടാൽ നമുക്ക് തന്നെ ഒരു അതിശയം തോന്നുന്നൊരു വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അവർ നടന്ന വഴികളിൽ
നമുക്കുണ്ടായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളിൽ ഒരു എന്താ പറയാ ഈ പ്രതിരോധം നമ്മൾ അവിടെ കണ്ട ഒരു സാഹചര്യം ഉണ്ട്, പ്രതിരോധിക്കും. അങ്ങനെ അറ്റാക്കിംഗ് മോഡിലേക്ക് വരുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ? ഒരുപാടുണ്ടാവും. അതെങ്ങനെ കൈകാര്യം ചെയ്യും, അതാണ് നമുക്ക് അറിയേണ്ടത്. കൈകാര്യം എന്ന് പറഞ്ഞൊന്നുമില്ല, അവര് ആക്ച്വലി മാനസികമായിട്ട് പേടിക്കണം. അത് പറഞ്ഞാൽ ഒന്നാമത് അവർ ചെളി ഉണ്ടെന്ന് പറഞ്ഞൊന്ന് പേടി നമുക്ക്, രണ്ടാമത് അവർ അറ്റാക്ക് ചെയ്യുന്ന പറയുന്ന ഒരു പേടിയാണ്. പക്ഷെ നമ്മളങ്ങനെ നമ്മൾ അവിടെ പോകുമ്പോൾ ആ സ്ഥിതിയിൽ ഞാനാണെന്ന് വിചാരിക്കും, ആദ്യം ഞാനാണ് അതെന്ന് വിചാരിക്കുമ്പോൾ പറഞ്ഞു പാവം നമ്മളെ പോലെ ജീവിക്കേണ്ട ആളാണ്. പക്ഷെ ഇങ്ങനെ ആയിപ്പോയി, എന്ത് സാഹചര്യം എന്നൊന്നും അറിയില്ല. ഇപ്പൊ എല്ലാവരും വിട്ടാലും നമ്മളും വിട്ടാലും പിന്നെ കൈവിട്ടാലും ആരില്ല. അപ്പൊ അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ അവിടെ ചിലപ്പോ വയലന്റ് ഉണ്ടോ, പെട്ടെന്ന് അവർ പേടിപ്പിക്കും. പക്ഷെ ഞങ്ങളെപ്പോ പിടിക്കുവാണ് പിടിക്കേണ്ട ശരിക്കും ഈ ഞങ്ങൾ എന്ത് ചെയ്യുക പറയാ, ഈ രണ്ടിങ്ങനെ തോളിന് ഇങ്ങനെ കൈ ഇട്ടിട്ട് പെട്ടെന്നില്ല ഇങ്ങനെ ലോക്കാക്കും. എത്ര വയലന്റ് ആണ് ലോക്ക്, ചിലപ്പോ കടിക്കും. അപ്പൊ അതിന്റെ മുമ്പ് നമ്മളെ ടീം ഉണ്ടാവുമല്ലോ, ടീമില് അവർ പൊക്കി പെട്ടെന്ന് വണ്ടി കിടും. പിന്നെ അവര് നമ്മളെ പേടിക്കും, അതിനെ പിന്നെ അവര് നമ്മളെ പേടിക്കും. അങ്ങനെ അഗ്രസീവ് ആവൂല. പിന്നെ അവരെ ഇവിടെ കൊണ്ടുവന്നു പിന്നെ അവരെ ശരിക്കും നല്ല കുളിപ്പിച്ച് മുടിയെടുത്തൊക്കെ കുളിപ്പിച്ച പിന്നെ അവര് നല്ലൊരു ഉറങ്ങും ഭക്ഷണം കൊടുത്തിട്ട്. അതോടെ അവരുടെ ഒരു 30% സംഭവം ഫ്രീ ആവും ഉറങ്ങാണ്ട്. അത്ര വയലന്റ് ഉണ്ടാകും, ഡോക്ടർക്ക് ഫോൺ ചെയ്യൂ, പെട്ടെന്ന് അവരൊരു സെഡേഷൻ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറയും. അതോടെ നല്ല ഉറങ്ങിയ പിന്നെ പെട്ടെന്ന് സുഖമായാലുണ്ട്. പെട്ടെന്ന് കാലത്തിന് ശേഷം ഉറങ്ങാണ്ട് മുടിയൊക്കെ ഇതായിട്ട് മണ്ണില് ഇതായിട്ടുണ്ടാവും. അത്ര സ്മെല്ലാണ്. ഞങ്ങളൊക്കെ ഒരാഴ്ച സ്മെല്ലുണ്ടാവും നമ്മളെടുത്ത് വേറെ ഒരു ഭയങ്കര സ്മെല്ലാണ്. അത് നമ്മളെ മൂക്കിനടിച്ചിട്ടായി. അപ്പൊ അങ്ങനെ ഒരുപാട് വയലന്റ് ആയ സംഭവങ്ങൾ ഇതുണ്ടാവും. അതേപോലെ നമുക്ക് റീയൂണിയൻ ആകുമ്പോഴും നല്ല സന്തോഷം ഇത് ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ റീയൂണിയൻ്റെ എനിക്ക് കൂടുതൽ പിടുത്തം കിട്ടാൻ കാരണം ഒരു 9-10 വർഷം മുമ്പ്, 10-12 വർഷം മുമ്പ് ഒരാൾ നഗ്നനായിട്ട് ഒരാൾ കിട്ടി ഹൈവേയിൽ. പുള്ളിയുടെ കൈ വണ്ടി എന്തോ അടിച്ചിട്ട് മൊത്തം പുഴുവായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു കയ്യിൽ. അപ്പോൾ അയാളെ പൊക്കി കൊണ്ടുവന്നു. ആ കാലഘട്ടത്തിൽ ചെറിയൊരു സ്ഥാപനമാണ്, 10-20 വരെ എൻ്റെ സ്ഥാപനമാണ്, ചെറിയ വീട്ടിൽ. അപ്പോൾ പുള്ളി വന്ന് 3 മാസത്തിരുന്ന ട്രീറ്റ്മെൻറ്റിൽ സുഖമാകുമ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ പോസ്റ്റ്മാനാണ്, മഹാരാഷ്ട്ര ബോർഡർ കൂടാൽ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിനക്കൊരു ലെറ്റർ ഇടാം. അപ്പോൾ പറഞ്ഞു പുള്ളി ലെറ്റർ ഇട്ട ആൾ എടുക്കുന്ന ആളാറില്ല, എൻ്റെ ഭാര്യ മരിച്ചിട്ടുണ്ട്, എൻ്റെ മോന് ബോംബെയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വിടാൻ പറ്റില്ല, നിന്നെ എന്തെങ്കിലും ഞാൻ എത്തിക്കും, വീട്ടിലേക്ക് എത്തിക്കണമല്ലോ, അതല്ലാണ്ട് അത് ശരിയാവില്ല. ഇപ്പോൾ നിങ്ങൾ വിട്ടെങ്കിൽ എവിടെ പോയി നമുക്കറിയില്ല, കൊണ്ടുവന്ന രജിസ്റ്റർ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ എത്തിച്ചത് നമുക്കൊരു പ്രൂഫ് വേണമല്ലോ. അങ്ങനെ രാത്രി മംഗള വണ്ടിക്ക് കയറി രണ്ടുപേരും. ഞാൻ പോയി, അന്ന് സ്റ്റാർട്ടാണ്. അങ്ങനെ പോയി മംഗള വണ്ടി പോയി മഹാരാഷ്ട്ര കുടാലിൽ ഇറങ്ങി ട്രെയിനിൽ, മഹാരാഷ്ട്ര ഗോവ ബോർഡർ, ഇത് മഹാരാഷ്ട്രത്താണ്. കുടാലിൽ ഇറങ്ങി ഇയാളെ വീട്ടിലെ ഒരു ഓട്ടോറിക്ഷ ബുക്കാക്കി, വില്ലേജിലാണ് പോയി. എല്ലാവരും ആരില്ല വില്ലേജിൽ. ഇങ്ങനെ പോകുമ്പോൾ ഇയാളെ വീട്ടിലടുത്ത് ഗ്രാമമാണ്. ഇവരെ വീട്ടിൽ ഇങ്ങനെ എത്തുമ്പോൾ ഫുൾ ആൾക്കൂട്ടാണ് ഇവരെ വീട്ടിൽ. എനിക്ക് ആരും മിണ്ടുന്നില്ല നമ്മളടുത്ത് ഇയാളെ കണ്ടിട്ട്. ഞാൻ പിന്നെ കുറച്ച് നേരം 2-3 മിനിറ്റ് നിന്നിട്ട് രണ്ടാളെ ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ ചോദിച്ചു ഹിന്ദിയിൽ, ക്യാ ഹോ റഹ ഇധർ, ക്യൂ നെയ് ബാത് കർ റഹ, എന്താവുന്നുണ്ട് ഇവിടെ, നിങ്ങൾ എന്താ നമ്മളോട് സംസാരിക്കാത്ത? അപ്പോൾ അവർ ഇങ്ങോട്ട് ചോദിച്ചു ഇവിടെ എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മളെടുത്തുണ്ടായിരുന്നു. ഇയാൾ മരിച്ചിന്ന് പറഞ്ഞിട്ട് ഇവിടെ അടിയന്തരം നടക്കുന്നുണ്ട്. അന്ന് അടിയന്തരം രാത്രിയെല്ലാം ആയിട്ടുണ്ട്. ഉച്ചഭക്ഷണത്തിന് എല്ലാ കുടുംബക്കാര് ഒരു 10-70-80 ആൾ കൂടിയിട്ടുണ്ട് വീട്ടിൽ. ഇവരെല്ലാം ഇങ്ങനെ ഉള്ളി നോക്കുക അയാളെ മരിച്ചതാ ജീവിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ വീട്ടിൽ ഭയങ്കര സന്തോഷം. എല്ലാ വില്ലേജിൽ നിന്ന് ആള് വരാൻ തുടങ്ങി. ഒരു ഫോണ് വിളിയോടെ വിളി, ഇങ്ങോട്ട് ആള് വന്നിട്ടുണ്ട് മരിച്ച ആളെന്ന്. സംഭവം പിന്നെ ചോദിച്ചു എന്താ അങ്ങനെ ആവാൻ കാരണം. പുള്ളി മിക്സ് ആയിട്ട് 6 മാസമായില്ലേ. അപ്പൊ ഇവര് മിസ്സായ പിന്നെ ഒരു മിസ്സിംഗ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ. ഈ 11ാമത്തെ ഈ ഞങ്ങൾ പോയ 11 ദിവസം മുമ്പ് ഒരു മരിച്ച ഡെഡ് ബോഡി ചീഞ്ഞ സ്ഥിതിയിൽ ആ നാട്ടിൽ കെട്ടിനെത്തി. അപ്പൊ ഇത് ഇയാളുടെ എന്ന് പറഞ്ഞിട്ട് അത് കേസ് ഇങ്ങനെ ആക്കി പോലീസ് ഇതാക്കി. അപ്പോൾ പുള്ളിയാണെന്ന് പറഞ്ഞിട്ട് ഇതാക്കുക. നമുക്ക് വളരെ ഹാപ്പി. അപ്പൊ ഞാൻ ചോദിച്ചു മോൻ എവിടെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. മോൻ എവിടെ ഉണ്ട്? അപ്പോൾ ഉള്ളിൽ നിന്ന് വല്ല ഓടി വന്ന് നമ്മൾ കാലിൽ വീണു. കാലിൽ വീണു. പപ്പ എങ്ങനെ വളരെ ഹാപ്പിയായി പുള്ളി കെട്ടി പിടിച്ചു. അവന് വിശ്വസിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഞങ്ങൾ അവർ ദൈവത്തിനെ പോലെ അവർ കാണാൻ തുടങ്ങി. എല്ലാവരും പൂവിടുന്നത്. പിന്നെ അവന് ഫോൺ ചെയ്യുന്നുണ്ട്. അവരെ മോനെ ഇപ്പൊ കല്യാണം 3 മക്കളായി. അപ്പൊ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ ആക്കി പെട്ടെന്ന് വന്നു. ഇവര് പിന്നെ മനുഷ്യ ദൈവം ആക്കിയിട്ട് വിടും. അങ്ങനത്തെ ആൾക്കാരാണ് ഈ വില്ലേജിൽ. അപ്പൊ നമ്മൾ പെട്ടെന്ന് വന്നു. പിന്നെ നമുക്കൊരു ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു ഇതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരാൾ മിസ്സിംഗ് ആയെങ്കിൽ അവരെ അമ്മ, അച്ഛനോ, പെങ്ങളോ, മക്കളോ ഇങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. ഒരു ദിവസം തമിഴ്നാട്ടിൽ നിന്ന് ഒരാളെ റീയൂണിയൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ ചെയ്യുമ്പോൾ അയാൾ മിസ്സായിട്ട് 20 വർഷം. ഓൻ്റെ മോന് 2 വർഷം പ്രായം മിസ്സാകുമ്പോൾ അപ്പന്. അപ്പം മോന് 22 വയസ്സ്. ഞങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ വീട്ടിലേക്ക് അഡ്രസ്സൊക്കെ. അപ്പം മോന് അപ്പനെ കണ്ട ഓർമ്മയേ ഇല്ല 2 വയസ്സിന്റെ. ഒരു 22 വയസ്സിന്റെ മോനിടെ 2 ദിവസം എത്തിയിട്ടുണ്ട് ഓടിയിട്ട് അപ്പനെ കാണാൻ. അതൊന്ന് ഭയങ്കര സന്തോഷമാണ് നമുക്ക്. അത് പറയാനൊന്നും പറ്റില്ല. റീയൂണിയന്റെ ഒരു കാര്യം. ഇവരെല്ലാം ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കും. കൂടുതൽ ആൾക്കാർ നല്ല ബന്ധമാണ്. നമ്മൾ ഈ നോർത്ത് ഇന്ത്യ ഒക്കെ പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പൂമാല ഇട്ടിട്ട് വില്ലേജ് വരെ കൊണ്ടുപോകും. അവർ വീട്ടിലേക്ക് എത്തുമ്പോൾ
സാധാരണ ആടുന്ന് ഇവിടുത്തെ പൂട്ടതെല്ലാം ഉണ്ട്, നമ്മുടെ ഫോട്ടോസ് എല്ലാം ഉണ്ട്. അവർ നമ്മളെ വോളണ്ടിയേഴ്സ് പോയപ്പോൾ ദൈവത്തിനെ പോലെയാണ് നമ്മളെ പറഞ്ഞ അവരെന്താ അറിയുക, അവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ മാനസികമായപ്പോൾ പൂജയും പുരസ്കാരങ്ങളും ആട്ടവും മന്ത്രവും ദർഗ അമ്പലം ചർച്ച എന്ന് പറഞ്ഞിട്ട് പോകും, മരുന്നാക്കൂല. നമ്മളിവിടെ നല്ല ട്രീറ്റ്മെൻറ്റ്, ഇവർക്ക് അറിയില്ല മരുന്നുണ്ടെന്ന്. അപ്പോൾ ഈ മരുന്നെല്ലാം ആക്കി ഇവിടെ ആളെ മാറി കണ്ടിട്ട് ഇത് എങ്ങനെ സാധിച്ചു എന്ന് പറയുന്നവർക്കൊരു, അപ്പം നമ്മൾ ആ വില്ലേജിൽ ഒരു അവയർനെസ് കൊടുക്കും. മാനസിക രോഗത്തിന് ഇപ്പോൾ മരുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു കിഡ്നി രോഗിയാണെങ്കിൽ കിഡ്നി രോഗിനെ അക്സെപ്റ്റ് ചെയ്യുമല്ലോ, ക്യാൻസർ രോഗിയാണെന്ന് ക്യാൻസർ രോഗിനെ അക്സെപ്റ്റ് ചെയ്യും. അതേപോലെ ഒരു മാനസിക രോഗിയും ഞാൻ മാനസികമാണെന്ന് ഒന്ന് സമ്മതിച്ചാൽ ഒരു രോഗഭേദം അവന് പെട്ടെന്നാവും. ഓ സമ്മതിക്കണം മനസ്സാവത്ത്. അപ്പോൾ തുറന്ന് പറയാനും ഒരു ഇതാ ഉണ്ടാവണം, എനിക്ക് കുറച്ച് മാനസികമായി ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുമ്പുള്ളവന് നമ്മളോട് പെരുമാറുമ്പോൾ കുറച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ഇതറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയി നമ്മളെ സമൂഹം ഇതാകുന്നത്. അപ്പോൾ അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാരെ എത്തിച്ചിട്ട് ഇങ്ങനെ ഒരു നല്ലൊരു സംരംഭമാണ്. പിന്നെ ഈ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു പൊതിച്ചോറ് കൊടുത്തിട്ട് തുടങ്ങുന്നൊരു തുടക്കം, ഇന്ന് നിത്യവും മംഗലാപുരത്തെ കങ്കനാടി ആശുപത്രിയിലേക്ക്, കങ്കനാടി അല്ല വെൻലോക്ക് ആശുപത്രിയിലേക്ക് ഭക്ഷണം പോകുന്നു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് നേരത്തെ പോയിരുന്നു. ആ ഒരു സംഭവത്തെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഈ വെൻലോക്ക് ഹോസ്പിറ്റലിൽ എത്ര പേർക്ക് കൊടുക്കുന്നുണ്ട് അവിടെ? ഞാൻ അത് 700 പേർക്ക് ഡെയിലി കൊടുക്കുന്നുണ്ട്. അത് തുടങ്ങാനുള്ള എൻ്റെ ബാക്കിൽ ചെറിയൊരു കഥയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ചിക്കൻ കുഞ്ഞായിട്ട് കുറേ പേര് അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ രോഗികൾക്ക് ഭക്ഷണം വരും, രോഗികളെ കൂടെയുള്ളവർക്ക് ഭക്ഷണം ഇല്ല. അപ്പോൾ ഒരാൾ നിർബന്ധമായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഡിസ്ചാർജ് ആകും, ബൈസ്റ്റാൻഡർ വേണം. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇങ്ങനെ കാഴ്ച കണ്ടു, ഒരാൾ ഒരു ചെറുപ്പക്കാരന് ബെഡ് റീഡനായിട്ട് കിടന്നു പറഞ്ഞിട്ടുണ്ട്. ശിക്കാരിപ്പുറ ശിവമുഖത്ത് നിന്ന് വന്ന് മരത്തിൽ നിന്ന് വീണ ഒരു പയ്യനാണ്, ബാക്ക് ബോൺ കട്ടായി കിടന്നിട്ടുണ്ട്. ഒരു പിഞ്ച് 3 മക്കള് കൂടെ ഭാര്യയും. അപ്പോൾ ഈ ഭക്ഷണം വന്നതിൽ പകുതി ഭക്ഷണം ഈ രോഗി കൊടുത്തിട്ട് പകുതി ഭക്ഷണം 3 മക്കൾ കൊടുത്തിട്ട് ഈ സ്ത്രീ ഒന്ന് കഴിക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളെങ്ങനെ കഴിക്കും, നിങ്ങൾക്ക് എവിടുന്ന ഭക്ഷണം? അപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ 15 ദിവസം എൻ്റെ ഭർത്താവ് മരത്തിന് വീണിട്ട് മരത്തിന് കയറുന്ന പണിയായിരുന്നു കാട്ടിൽ. അപ്പോൾ അങ്ങനെ വീണപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് വന്നതാ, ഒന്നും തുണി പോലില്ല, എന്നാൽ ഓടി വന്നു രാത്രി. അപ്പോൾ ഇവിടെ നമുക്ക് ആരും പരിചയമില്ല, കുറേ ദൂരമല്ലേ ശിവമുഖമായിട്ട്, പരിചയമില്ല. അപ്പോൾ ആരെങ്കിലും കൊടുത്തെങ്കിൽ ഞാൻ കഴിക്കും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെങ്കിലും ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പകുതി ഭക്ഷണം അവർ കൊടുക്കുന്നത്. ഭയങ്കര വിഷമായി പോയി. ഞാൻ വിചാരിച്ചു വന്ന ഒരു ചേട്ടനോ ഒരു അമ്മ ഒരു ഭാര്യ ഭർത്താവ് അപ്പനോ സഹോദരി എല്ലാം ഇവിടെ സേവനം ചെയ്യുന്നുണ്ട്, ആരെങ്കിലും ഒരാൾ കുടുംബത്തിൽ നിന്ന് നിൽക്കണമെന്ന്. അപ്പോൾ ഇവർക്ക് ഒരു നേരം ഭക്ഷണം ഇല്ലവർക്ക് എങ്ങനെ സേവനം ചെയ്യും? അപ്പം അന്ന് തൊട്ടൊരു പ്രാർത്ഥനയായിരുന്നു, ദൈവമേ എന്നെ ഇതിനുള്ളൊരു ഇൻസ്ട്രുമെൻ്റായി ഉപയോഗിക്കണേ, ഒരു ഭക്ഷണം കൊടുക്കണേ ഒരു നേരം. അങ്ങനെ ഒരു സർവേ ചെയ്തു. ഒറ്റ ദിവസം എനിക്ക് 400 ആൾ കിട്ടി, ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന ആൾ. അപ്പം അന്ന് ഒരു ജസ്റ്റ് തിങ്കാക്കി ഒരു പ്രാർത്ഥിച്ചു, ഒരു മാസത്തിനുള്ളിൽ അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും കിട്ടി. ഒരു വണ്ടി നമുക്ക് സുൽത്താൻ ഗോൾഡിന്റെ റൌഫ് സർ കൊടുത്തു. റൌഫ് നമ്മൾ ഒരു ക്ലാസ്സിന് വ്യത്യാസമാണ്, റൌഫിന്റെ അനിയന് റഷീദിന്റെ ക്ലാസ്മേറ്റ്. അങ്ങനെ ഒരു ബന്ധത്തിൽ നമ്മൾ തൊക്കോട്ടിലൊരു പോയപ്പോൾ പെട്ടെന്ന് പരിചയമായി. പുള്ളി ഒരു വണ്ടി കൊടുത്തു, JR ലോബോ ആൻഡ് ഫാമിലി ഒരു വണ്ടി കൊടുത്തു. അപ്പോഴത്തെ MLA പുള്ളിയായിരുന്നു. നമ്മൾ അന്നത്തെ ഹെൽത്ത് മിനിസ്റ്ററാണ് UT ഖാദർ സർ അന്ന് ഉദ്ഘാടനം ചെയ്ത്. UT ഖാദർ സർ, JR ലോബോ, ജസീന്ത മേയർ ഉണ്ടായിരുന്നു. അവർ നല്ല 2015 ആഗസ്റ്റ് 14 സ്വാതന്ത്ര്യത്തിന് ഒരു ദിവസം മുമ്പ് UT ഖാദർ സർ വന്ന് ഉദ്ഘാടനം ചെയ്ത് ഇപ്പോൾ 9 വർഷം കഴിഞ്ഞ് ഒരു ദിവസം പോലും മുടക്കാണ്ട് ഡെയിലി 700 പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റായി. അതുപോലെ കാസർഗോഡ് ഞങ്ങൾ കൊടുത്തോണ്ടായിരുന്നു, 3 വർഷം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ അത്ര ആവശ്യത്തിൻ്റെ ആൾക്കാരില്ല, ഏറ്റവും ലോക്കൽ ആൾക്കാരാണ്. നമ്മൾ ഒരുപാട് ദൂരം പോകണം, ബ്ലോക്ക് ആവും, ട്രാഫിക്കിൽ കൃത്യം ടൈമിൽ ഭക്ഷണം കിട്ടൂല. അങ്ങനെ ഞങ്ങൾ മംഗലാപുരത്തേക്കാണ് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തത്. ഇവിടുത്തെ ഹോട്ടൽ കിച്ചൺ സംവിധാനമൊക്കെ അലേർട്ടായിരിക്കും ഏത് സമയവും. കിച്ചൺ അല്ല, നമ്മളെ സ്റ്റാൻഡേർഡ് കിച്ചണാണ് നിങ്ങൾ കണ്ടത്, ഹൈടെക് ആണ്. അത് നമുക്ക് പറഞ്ഞാൽ നമ്മളെ മെയിൻ ഉദ്ദേശം പറഞ്ഞാൽ നമുക്ക് ദൈവത്തിന് തിന്നാൻ കൊടുക്കാൻ പറ്റുകയില്ല, ഏത് കാരണത്തിൽ ദൈവം നമ്മളെ കാണൂല. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഒരു വിശന്നിട്ടുള്ള ഒരു സഹോദരന് നല്ലത് കൊടുത്തപ്പോൾ ദൈവത്തിന് ഡയറക്റ്റ് പോയി. പിന്നെ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ദൈവം നമ്മളെ ഉള്ളറിഞ്ഞ് നമുക്ക് വേണ്ട എല്ലാം തരും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന നിങ്ങൾ കിച്ചണിൽ കണ്ടോ, ബിസ്ക്കറ്റ്, റസ്ക്, പപ്സ്, ബണ്ണ്, ബ്രെഡ്, പിസ്സ, ബർഗർ, ചപ്പാത്തി എല്ലാം അവർ എന്ത് ഇഷ്ടമുണ്ട് എല്ലാം കൊടുക്കും. അതാണ് നമ്മളെ ഏറ്റവും ഫസ്റ്റ് പ്രിയോറിറ്റി. ആൾക്കാർ ഡൊണേഷൻ കൊടുക്കുന്ന അവർ നല്ലപോലെ ഇരിക്കണമെന്നൊന്നും, ജോസഫ് നല്ലപോലെ ഇരിക്കണമെന്നല്ല, ഇവിടെയുള്ള അന്തേവാസികൾ നല്ല സുഖമായിട്ടിരിക്കണം, ഹാപ്പി ഉണ്ടാവണം. അതുവേണ്ടിയിട്ട് അവരെ സർക്കസ് ആവട്ടെ, ഇപ്പോൾ സ്നോ പാർക്ക് ഒന്ന് വന്നിട്ടുണ്ട് മംഗലാപുരത്ത്, ഇതിൽ മോളിൽ, നമ്മുടെ പിസ്സ മോളിൽ. അപ്പോൾ അവിടെ ഒന്ന് ചോദിക്കണമെന്നുണ്ട്, ഇവരെ കൊണ്ടുപോയിട്ട് ഒരു ദിവസം അവർക്ക് ജമ്മു കാശ്മീരെ കൊണ്ടുപോകാൻ നമ്മൾ പറ്റില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ജമ്മു കാശ്മീരെ പോലെയുള്ള ഒരു സ്ഥലത്തിലേക്ക് നല്ല വേനൽക്കാലത്ത് ഇവരെ കൊണ്ടുപോകണമെന്നുണ്ട്. പിന്നെ മാനസ വാട്ടർ പാർക്കിന് കൊണ്ടുപോയായിരുന്നു എല്ലാ വർഷവും 7 ബസ് ഇവിടുന്ന് ഫുൾ ഡേ ഞങ്ങൾ ബുക്കാക്കാം, ഫുൾ ഡേ 7 ബസ്. അതല്ല നമുക്ക് അവർക്ക് ഒരു 1 ഡേ ടൂർ വർഷത്തെ ഒരു വർഷം ഉണ്ടാവും.
പുതിയ സംവിധാനങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഡി അഡിക്ഷൻ സെന്റർ കൂടി വരാൻ പോവാണ്. ഡി അഡിക്ഷൻ സെന്റർ മദ്യം മാത്രമാണോ അല്ല ടോട്ടൽ ലഹരി? ഇപ്പൊ പൊതുവെ ലഹരി, എല്ലാ ലഹരിയിൽ ബന്ധപ്പെട്ട മാനസികമായിട്ട് എല്ലാ അസുഖങ്ങൾക്കും എല്ലാ ട്രീറ്റ്മെന്റും കൊടുക്കാൻ പറ്റും. എല്ലാ ട്രീറ്റ്മെന്റ് നമുക്ക് എല്ലാ സംവിധാനവും. ഇവിടെ കൗൺസിലേഴ്സ് ഉണ്ട്, 10-11 കൗൺസിലേഴ്സ് ഉണ്ട്, തെറാപ്പിസ്റ്റ് ഉണ്ട്, നേഴ്സസ് ഉണ്ട്, എല്ലാ 3 സൈക്കാട്രിസ്റ്റ് ഡോക്ടർമാർ വരുന്നുണ്ട്. സൗജന്യമായിട്ട്. അത് സൗജന്യമല്ല, അതിന് പേയ്മെന്റ് ഉണ്ടാവും. എന്തെന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് പൈസ ചെലവിടാണ് നമ്മൾ. അപ്പൊ അതിനോട് ചെറിയൊരു പേയ്മെന്റ്, വലിയ പേയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും ഡിസംബർ. അത് ഉദ്ഘാടനമായിട്ടുണ്ട്. പക്ഷേ അത് ഫംഗ്ഷനിങ്ങിന് ചെറിയൊരു ഗവൺമെന്റ് മേഖലയിലുണ്ട്, ചില ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റൊന്ന്, ഈ നമ്മളിപ്പോ മുമ്പൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ വരുമ്പോ മകൻ അല്ലെങ്കിൽ വൈഫ് ഇവരൊക്കെ കാണും. ഈ കുടുംബത്തിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? ഒരാൾ പെട്ടെന്ന് സാമൂഹ്യ രംഗത്തേക്ക് ഇറങ്ങുന്നത്, അപ്പൊ ഈ കുടുംബത്തിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? എന്റെ കുടുംബത്തിനല്ല, എന്റെ ഭാര്യ സത്യം പറയണമെങ്കിൽ ഞാൻ ആദ്യം വീട് വാങ്ങിയപ്പോ 14 ലക്ഷം രൂപ കൊടുത്തിട്ട് പപ്പയുടെ ഒകരി കിട്ടുമ്പോ ഒരു വർഷം വേണ്ടിയിട്ടില്ല, ഒരു വർഷം ഒന്നും സത്യമായിട്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു മുമ്പത്തെ ജീവിതം. അപ്പൊ അവർ വിചാരിക്കും ഇവൻ എന്തെല്ലാം വലിച്ചെടുപ്പം, നമുക്ക് അപ്പനെ ഒരു പ്രോപ്പർട്ടികളിൽ 14 ലക്ഷം കിട്ടിയ മാത്രം നമുക്കൊക്കെ വന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ അവർക്കത് മനസ്സിലായി. ഒരാൾ നാട്ടിൽ പോകുന്ന ഉഷാറായിട്ട് പോകുമ്പോൾ അവരിൽ കിട്ടുന്ന സന്തോഷവും ഇതൊക്കെ കാണുമ്പോൾ അവർ പിന്നെ മെല്ലെ സപ്പോർട്ടാക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ കുട്ടികൾ ചെറുതുണ്ടായിരുന്നു. ഇപ്പൊ മോനൊക്കെ എന്റെ കൂടെ തന്നെ, മോനും മോന്റെ മോളെ ഭർത്താവും അവർ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട്, വീട് ജോലി. മോന് LLB കഴിഞ്ഞു. ഇപ്പൊ നമ്മളെ കൂടെ ഉണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നമ്മളെ കൂടെ. മറ്റൊന്ന്, ഇപ്പൊ ഒരുപാട് നമ്മളിവിടെ ഒരുപാട് മുഖങ്ങളെ കാണുന്നുണ്ട്. നമ്മള് പണ്ട് വരുമ്പോ കണ്ട ചോട്ടും അടക്കമുള്ള അങ്ങനെ മനസ്സിൽ പതിഞ്ഞ കുറെ ആൾക്കാർ ഇവിടെ ഇല്ല. അനുജന്മാരെ പോലെ, അച്ഛനെ പോലെ കരുതുന്ന. എന്താ അറിയാ സംഭവം, ഇവിടെ വായു വരാത്ത ചെവി ആകാത്ത 10-70 പേരുണ്ട്. പിന്നെ ഇവിടെ ജാതി മതം ഒന്നുമില്ല, എല്ലാ വർഗ്ഗക്കാരും. അപ്പോ നമുക്ക് ഒരു വലിയ ടാസ്ക് ഉണ്ടായിരുന്നു, ഇവർ നാട്ടിലേക്ക് എത്തിക്കുന്ന വായു വരാത്തവരെ ചെവി കേൾക്കാത്തവര്. ഇതിനിടയ്ക്ക് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ആധാർ ക്യാമ്പ് ആക്കി. ഇവിടെ കേരളത്തിൽ ഇവർ വന്നില്ല, പിന്നെ കർണാടകത്തിൽ ആധാർ ക്യാമ്പ് ആക്കിയപ്പോഴാണ് നമുക്കൊരു 36 പേരുടെ വായു വരാത്ത ചെവി കേൾക്കാത്ത ആൾ അഡ്രസ് അപ്പ് എടുക്കാൻ പറ്റും. നോർത്ത് ഇന്ത്യ, കർണാടകം, അത് വലിയ ഒരു അത്ഭുതങ്ങളാണ്. അവരൊക്കെ പൊട്ടിക്കരഞ്ഞിട്ടാണ് കുടുംബം ഇവിടെ വന്ന് കെട്ടുപിടിക്കുന്നത്. ഭയങ്കര. അവരെത്ര 10 വർഷം, 12 വർഷം, 16 വർഷമൊക്കെ മിസ്സിംഗ് ആണ്. അവര് തീരെ ആ ഒരു പ്രതീക്ഷ മുഴുവൻ നഷ്ടപ്പെട്ടു. എവിടെയെങ്കിലും ഒരു ആധാർ കാർഡ് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു വീട്ടിലെത്താം. അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും ഒരു ഡോക്യുമെന്റ് ആധാർ ആവശ്യമെന്ന് ഈ ഒരു കാരണം വരുമ്പോ. പിന്നെ മറ്റൊന്ന്, നമ്മള് ഏകദേശം നമ്മുടെ അവസാനത്തേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ജോസഫ് ക്രാസ്റ്റ ചെരുപ്പ് ധരിക്കാറില്ല. അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്റ്റോറി ഉണ്ട്. സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തുമ്മിനാട്ടിലാണ് ഉണ്ടായിരുന്നത്. 2014 ഇവിടെ വരുന്നത്. അവിടെ മുമ്പത്തെ എൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കേസുകളൊക്കെ ഇട്ടായിരുന്നു എൻ്റെ മുകളിൽ നാട്ടുകാർ. തുടങ്ങിയതിന് ശേഷം 4.5 വർഷം അവിടെ ഉണ്ടായിരുന്നു. അത് അവരുടെ തെറ്റല്ല, അവർക്കൊരു റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് അവിടെ ഇനി മുമ്പത്തെ ദിവസം ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞ് പേടിച്ചിട്ടാണ് അവർ കേസിട്ട്. അപ്പൊ ആ ടൈമിൽ എനിക്ക് ഇവിടെ മാറേണ്ടി വരുമ്പോൾ അത്ഭുതകരമായിട്ടാണ് ഈ സ്ഥലം എനിക്ക് 2 ഏക്കർ കുറവിന് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും വരുന്ന ഒരു റോഡും ഇല്ല, ഒരു കറണ്ടും ഇല്ലാത്ത ഒരു സ്ഥലമാണ്, ചാരി കിടക്കുന്നത്. അപ്പൊ ഈ സ്ഥലം കിട്ടിയപ്പോൾ ലെവലായിട്ട് ഞാൻ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടുമ്പോൾ എനിക്ക് എന്തോ തോന്നിപ്പോയി. ഞാനൊരു മണ്ണാണ്. ഇപ്പൊ എന്നെ സ്നേഹിച്ച ദൈവം എനിക്ക് 2 ഏക്കർ സ്ഥലം കൊടുത്തു, ഒന്നുമില്ലായ്മയെന്ന് 2 ഏക്കർ സ്ഥലം കൊടുത്തു. അപ്പൊ കൊടുത്തത് ഞാനൊരു എന്തെങ്കിലും മണ്ണാണെന്ന് അറിയണ്ട, എന്തെങ്കിലും കുത്തുമ്പോഴെങ്കിലും. അപ്പൊ അങ്ങനെ ചെരുപ്പുണ്ടെങ്കിൽ ഓരോ ദിവസവും ഞങ്ങൾക്ക് എന്തെങ്കിലും ഈ പൊന്നണിയുമ്പോൾ അങ്ങനത്തെ അഹങ്കാരം വരും. നമ്മുടെ ശരീരത്തിന് ഓരോ സംഗതികൾ കൂടിക്കൊണ്ടുവരുമ്പോൾ അഹങ്കാരം വരും. അപ്പൊ ഞങ്ങൾ മനുഷ്യനേക്കാൾ മേലെ കയറും. അപ്പൊ അത് ഉണ്ടാവാൻ പാടില്ല. ഞാൻ മണ്ണാണെന്ന് എപ്പോഴും ഓർക്കണം എന്ന് പറഞ്ഞാൽ അന്ന് ചെരുപ്പ് ഫൗണ്ടേഷൻ്റെ ഉള്ളിലിട്ടത് പിന്നിട്ടില്ല. 10 വർഷം ഞാൻ ഇതിൽ ഗൾഫിലൊക്കെ പോയിട്ടുണ്ട്, ദുബായ് പോയിട്ടുണ്ട്, ബഹ്റൈൻ പോയിട്ടുണ്ട്, ഖത്തർ പോയിട്ടുണ്ട്, ഇസ്രായേൽ പോയിട്ടുണ്ട്, ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചു. ഈ ഡി അഡിക്ഷൻ സെന്ററിന് വേണ്ടിയിട്ട് കളക്ഷന് പോയിട്ട് പൈസ ഉണ്ടായിരുന്നില്ല. ഇതുകൂടി ഞാൻ നേരത്തെ 22 ലക്ഷം രൂപ മാസ ചെലവുണ്ട്. പക്ഷെ ഒരു ദിവസം ഇവർക്ക് കുറവ് വന്നിട്ട് എല്ലാവരും സഹായിക്കും, അറിയുന്നവർ അറിയാത്ത വന്ന് സഹായിക്കും. അപ്പൊ നമുക്ക് എന്ത് വേണം, നമുക്കിപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ ഇപ്പോൾ 9 വർഷമായി നമ്മൾ ഉപയോഗിക്കുന്നത്, പഴയതായിക്കൊണ്ട് വന്നു. അപ്പോൾ അതപ്പോൾ കേടുവരും. അപ്പോൾ മനസ്സിൽ വിചാരിച്ച മാത്രം. അപ്പോൾ ഒരു ഫാമിലി ഇവിടെ വന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു വാഷിംഗ് മെഷീൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് കുഴപ്പമില്ല, 10 ലക്ഷം വരെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കറക്റ്റ് 10 IFBT ഇന്ന് രാവിലെ ഇൻസ്റ്റാൾ ചെയ്തു വാഷിംഗ് മെഷീൻ. എന്ത് ചോദിച്ചാലും ദൈവം ആരെങ്കിലും ഒരാളെ ദൂതനയച്ച് എടുത്ത സംഭവം ഇതാക്കി തരും. സ്വന്തം മക്കള് ഭാരമാവുന്നുണ്ട്, മക്കളെ നോക്കുന്നത് ഏറ്റവും വലിയ ഭാരമായിട്ട് കരുതുന്ന അമ്മമാരും അച്ഛന്മാരുണ്ട്. സ്വന്തം അച്ഛനെയും അമ്മയെയും നോക്കാൻ കഴിയാതെ റോഡിൽ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന മക്കളുണ്ട്. അപ്പോഴാണ് ചില മനുഷ്യന്മാർ നമുക്ക് മുന്നിൽ അതിശയമായിട്ട് മാറുന്നത്.
നാടോ പേരോ മതമോ ജാതിയോ ഒന്നും അറിയാത്ത തെരുവിൽ ബാക്കിയായി പോയ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ആള് ജോസഫ് ക്രാസ്റ്റ എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിന് മുന്നിലിരിക്കുമ്പോൾ നമ്മൾ വല്ലാതെ ചെറുതായി പോകുന്നുണ്ട്. നമ്മുടെയൊക്കെ അഹങ്കാരങ്ങളൊക്കെ വല്ലാതെ കുറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ ഒന്നുമല്ലെന്നും നമ്മളൊന്നും ഈ ഭൂമിക്ക് വേണ്ടിയിട്ട് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ലെന്നും ആ ജീവിതം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. ഇനിയും ഒരുപാട് പാവങ്ങൾക്ക്, ഒരുപാട് മനുഷ്യർക്ക് താങ്ങാവാൻ, തണലാവാൻ, ചേർത്ത് നിർത്താൻ ആ ജീവിതത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദിയുണ്ട്. താങ്ക് യു അലി.